ഖുർആന്റെ ഗ്രന്ഥകർത്താവിന് പറ്റിയ വലിയൊരബദ്ധം, വളരെ രസകരവും കൗതുകകരവുമായ ഒരബദ്ധം. എന്നാൽ ലോകത്തിന് മൊത്തം വിനാശകരമായി മാറിയ, ലോകത്തിൻ്റെ സമാധാനത്തെ തന്നെ നഷ്ടപ്പെടുത്താനിടയായ ഒരബദ്ധം. അതൊന്ന് ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഇത്തരമൊരു ചർച്ചയുടെ കാരണം നമുക്കെല്ലാം അറിയാം. എം അക്ബറിനെ പോലെയുള്ള ഇസ്ലാമിക നേതാക്കൾ നടത്തുന്ന വെല്ലുവിളികളാണ്. അവർ പറയുന്നു ഖുർആൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഖുർആൻ തന്നെ വെല്ലുവിളിക്കുന്നുവെന്നാണ് ഇസ്ലാമിക നേതാക്കൾ പറയുന്നത്. ഖുർആന്റെ വെല്ലുവിളി. സാക്കിർ നായിക്കും മുഹമ്മദ് ഈസയെ പോലെയുള്ളവരുമൊക്കെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഖുർആന്റെ അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിശ്വാസത്തിലെയും ബൈബിളിനുമെതിരുമായ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന ഖുർആനെ വെച്ചുകൊണ്ട്, ഖുർആനിൽ നിന്നുകൊണ്ട് ഇതിനൊരു മറുപടി പറയുകയാണ്. അപ്പോൾ ഖുർആൻ 2-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയൊന്ന് ക്ഷണിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അനന്തരം ആദാം തൻ്റെ രക്ഷിതാവെങ്കിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. അതായത് ആദാം പാപം ചെയ്യുന്നു, ആദാമിന് അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അങ്ങനെ ആ വചനങ്ങൾ മുഖേന ആദാം അനുതപിക്കുന്നു, പശ്ചാത്തപിക്കുന്നു. അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയും അത്രേ. അള്ളാഹു ആദാമിന് പാപമോചനം നൽകി. 2-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. അള്ളാഹു ആദാമിന് പാപമോചനം നൽകി. ഇനി 20-ാം അധ്യായത്തിൻ്റെ 122-ാമത്തെ വാക്യം. ഖുർആൻ 20-ാം അധ്യായം 122-ാമത്തെ വാക്യം. അനന്തരം അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ്, അതായത് ആദാമിൻ്റെ രക്ഷിതാവ്, അദ്ദേഹത്തെ ഉത്കൃഷ്ടനായി തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും മാർഗദർശനം നൽകുകയും ചെയ്തു. അപ്പോൾ ഖുർആൻ ആവർത്തിച്ച് പറയുകയാണ്, അള്ളാഹു ആദാമിനെ ക്ഷമിച്ചു കൊടുത്തു, പശ്ചാത്താപം മാപ്പ് കൊടുക്കുകയും ആദാമിനെ വീണ്ടും ഉത്കൃഷ്ടനായി മാറ്റുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ സിമ്പിളായ ചോദ്യമാണ്, മനുഷ്യർ വീണ്ടും തെറ്റ് ചെയ്യാൻ ഇടയാകരുത്. ആദാം പാപമില്ലാത്തവനായിട്ടാണ് പിന്നെ ഭൂമിയിൽ ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ആദാമിൽ നിന്ന് ജനിക്കുന്നവർക്കും എന്തുണ്ടാകരുത്? പാപച്ചായ്വുണ്ടാകരുത്. പക്ഷെ ആദാമിൻ്റെ സന്തതികളുടെ ഇടയിൽ കാണുന്നത് എന്താണ്? പാപം ചെയ്യാനുള്ള ചായ്വാണ്. അഹ്റോൻ മോശയോട് ചോദിക്കുന്നുണ്ട്, ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് നിനക്കറിവുള്ളതാണല്ലോ. ഇതിനെയാണ് ബൈബിൾ പണ്ഡിതർ പറയുന്നത് വീണുപോയ മനുഷ്യപ്രകൃതി, ഫോളൻ നേച്ചർ. അപ്പം ആദാമിന് അള്ളാഹു ക്ഷമിച്ചു കൊടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫോളൻ നേച്ചർ, വീണുപോയ മനുഷ്യപ്രകൃതി മാറാത്തത്? അതിൻ്റെ കാരണമാണ് ഖുർആന്റെ ഗ്രന്ഥകർത്താവിന് ബൈബിളിലെ ആദാമിൻ്റെ സംഭവത്തിലൂടെ ദൈവം എന്താണ് മനുഷ്യകുലത്തിനോട് പറയുന്നത് എന്നത് മനസ്സിലായില്ല. വ്യക്തമാക്കാം. ആദാം എന്താ പെൻസിൽ കട്ടെടുത്തു, പേന കട്ടെടുത്തു, പൈസ കട്ടെടുത്തു, അല്ലെങ്കിൽ ഭക്ഷിക്കാനുള്ള ഏതൊരു സാധനം കട്ടെടുത്തു. അങ്ങനെയാണ് ഖുർആന്റെ ഗ്രന്ഥകർത്താവും അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദും എം അക്ബറിനെ പോലെയുള്ള ഇസ്ലാമിക നേതാക്കളും കരുതി വച്ചിരിക്കുന്നത് ഏതാണ്ട് കട്ടെടുത്ത് തിന്നതോ പൈസ കട്ടെടുത്തതുപോലെയുള്ള ഒരു പ്രവൃത്തിയാണ് ആദാം ചെയ്തത്, അതിനങ്ങ് ക്ഷമിച്ചു കൊടുത്തേക്കാന്നാണ് ഓർത്തത്. മനസ്സിലായില്ല എന്നുള്ളതാണ്. അതാണ് കോപ്പി അടിച്ച് പകർത്തി എഴുതി മാറ്റി എഴുതുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധമാണിത്. കൃത്യമായ കാര്യം മനസ്സിലായില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ പുറത്തു കൊടുത്തു എന്ന പ്രയോഗം ബൈബിളിലില്ല. മറിച്ച് എന്താണ് പറയുന്നത്? സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്നാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമിനോടും ഹവ്വായോടും പിതാവായ ദൈവം പറയുന്നത്. ഇത് അള്ളാഹുവിന് മനസ്സിലായില്ല. എന്തുകൊണ്ട് സ്ത്രീയുടെ സന്തതി? എന്തുകൊണ്ട് തല തകർക്കും? തല തകർക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദാം ചെയ്തത് എന്താ? ആദാം കാണിച്ചത് അനുസരണക്കേടാണ്. അനുസരണക്കേടിൻ്റെ പരിഹാരം എന്താ? ക്ഷമയോദിക്കലല്ല, അനുസരിക്കുക എന്നുള്ളതാണ്. ഇത് അള്ളാഹുവിനും മനസ്സിലായില്ല, എം അക്ബർ സാഹിബിന് മനസ്സിലായില്ല, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിന് മനസ്സിലായില്ല. ഇനി രണ്ടാമത്, സർവ്വസ്വാതന്ത്ര്യവും നൽകിയിരുന്നു. ആദാം എന്താ ചെയ്തേ? സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തു. അപ്പോൾ അനുസരണക്കേടിന് പരിഹാരം എന്താണ്? അനുസരണമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗത്തിന് പരിഹാരം എന്താ? സ്വാതന്ത്ര്യത്തിന് നല്ല വിനിയോഗമാണ്, സുവിനിയോഗമാണ്. ഇത് അള്ളാഹുവിന് പിടികിട്ടിയില്ല.
അതുകൊണ്ടാണ് മാപ്പ് കൊടുത്തു, ക്ഷമിച്ചു കൊടുത്തു എന്ന് അള്ളാഹു ഖുറാനിൽ പറയുന്നത്. അപ്പൊ ഇതുവഴി എന്ത് സംഭവിച്ചു? മനുഷ്യകുലത്തിന് മുഴുവൻ പ്രതിസന്ധി ഉണ്ടാക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ജന്മമെടുത്തു. അതവിടെ നിൽക്കേണ്ട വിഷയം വേറെ. അപ്പോൾ നീ സ്ത്രീയിൽ നിന്ന് ജനിക്കുമെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? മനുഷ്യ ശരീരത്തിലാണല്ലോ മനുഷ്യൻ തെറ്റ് ചെയ്തത്. ഇപ്പം എനിക്ക് കൈയുണ്ട്, ഈ കൈ കൊണ്ട് ഒരാളെ സഹായിക്കാം, തല്ലാം. നാവുണ്ട്, നല്ലത് പറയാം, ചീത്ത പറയാം. അപ്പം എനിക്ക് നൽകിയിരിക്കുന്ന സാധ്യതകളെ ഞാൻ നല്ലതുപോലെ ഉപയോഗിക്കുമ്പോഴാണ് പിതാവായ ദൈവം, സൃഷ്ടാവായ ദൈവം എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യത്തോട് ഞാൻ അനുസരിക്കുകയും ആ ലക്ഷ്യം ഞാൻ പൂർത്തിയാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആദാമിക പാപം മൂലം ഈ വീണുപോയ മനുഷ്യപ്രകൃതി ഉണ്ടാവുകയും ഈ വീണുപോയ മനുഷ്യപ്രകൃതിക്ക് പരിഹാരം ആവശ്യമായി വരികയുമാണ്. അതുകൊണ്ട് സ്ത്രീയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം തൻ്റെ വചനത്തെ മറിയത്തിൽ അയക്കുകയും വചനം മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിക്കുകയാണ്. കാരണം എന്താ? ആദവും ഹവ്വായും ശരീരത്തിലാണ് പാപം ചെയ്തത്. അപ്പം അതേ ശരീരത്തിൽ, അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നു, യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ, താൻ സ്വീകരിച്ച മനുഷ്യ ശരീരത്തിൽ പാപത്തിന് മരണം വിധിച്ചു. അള്ളാഹുവിനോ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിനോ ഇസ്ലാമിക ലോകമോ ഇത് മനസ്സിലാക്കിയോ? നിങ്ങൾക്കിത് മനസ്സിലായോ? ക്രിസ്തു തൻ്റെ ശരീരത്തിൽ പാപത്തിന് മരണം വിധിച്ചു. എങ്ങനെ? ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ആ പ്രേരണയെ ക്രിസ്തു അതിജീവിച്ചു. അപ്പം എന്തുകൊണ്ട് മനുഷ്യ ശരീരം സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ, ദൈവത്തിനെല്ലാം സാധ്യമാണല്ലോ. അല്ലെങ്കിൽ ഒന്ന് അത്ഭുതകരമായിട്ട് വന്ന് പിറന്നാൽ പോരായിരുന്നോ? അത്ഭുതകരമായിട്ട് പിറക്കാതെ മനുഷ്യ ശരീരം സ്വീകരിക്കാനുള്ള കാരണം ആദവും ഹവ്വായും ശരീരത്തിൽ പാപം ചെയ്തു. ആ ശരീരത്തിൽ വേണം ഇതിന് പരിഹാരം ചെയ്യുവാൻ എന്നുള്ളതാണ്. രണ്ടാമത് ശരീരത്തിലാണ് ആദവും ഹവ്വായും അനുസരണക്കേട് കാണിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ശരീരത്തിൽ വേണം എന്ത്? പരിഹാരം ചെയ്യുവാൻ, അനുസരണം കാണിക്കുവാൻ. ഇനി അവൻ സ്ത്രീയുടെ സന്തതി നിന്റെ, ആരുടെ? ഈ ലോകത്തിൻ്റെ ദേവൻ്റെ, പിശാചിൻ്റെ അനുസരണക്കേടിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ തല തകർക്കും. അതെങ്ങനെയാണ്? ഒറ്റിക്കൊടുത്ത ശിഷ്യനെ സ്നേഹിത എന്നാണ് വിളിക്കുന്നത്. ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ചാൽ ക്രിസ്ത്യാനിയിൽ നിന്ന് പുറത്തു വരേണ്ടത് എന്താണ്? ക്രിസ്തു പുറത്തു വരണം. അപ്പം സ്നേഹിത എന്നാണ് വിളിക്കുന്നത്. കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാർ തള്ളിപ്പറയുകയും ഇട്ടേച്ചു പോവുകയും ചെയ്യുമ്പോൾ അവരെ തേടി ചെല്ലുകയാണ്. കൊണ്ട് വീണുപോയ മനുഷ്യപ്രകൃതി ക്രിസ്തുവിലില്ല. ക്രിസ്തു തൻ്റെ ശരീരത്തിൽ പാപത്തിന് മരണം വിധിച്ചു. രണ്ടാമത് ക്രിസ്തു തൻ്റെ മരണം കൊണ്ട് മരണത്തിനും ശിക്ഷ വിധിച്ചു. അതാണ് കുരിശുമരണവും ഉദ്ധാനവും. ഇതും മനസ്സിലായില്ല. അവനെ കൊന്നുമില്ല, ക്രൂശിച്ചുമില്ലെന്നാണ് 4-ാം അധ്യായത്തിൽ അള്ളാഹു പറയുന്നത്. മരണഭയം എടുത്തു കളഞ്ഞു ക്രിസ്തു. തൻ്റെ മരണത്തിലൂടെ മരിച്ചു ഉദ്ധാനം ചെയ്ത് മരണത്തെയും ക്രിസ്തു തോൽപ്പിച്ചു, തൻ്റെ ശരീരത്തിൽ പാപത്തെയും തോൽപ്പിച്ചു. ഇതിനു വേണ്ടിയാണ് ക്രിസ്തു സ്ത്രീയിൽ നിന്ന് ശരീരം സ്വീകരിച്ചത്. അല്ലെങ്കിൽ അത്ഭുത ജനനമാണ്, എന്തും സാധിക്കുമെന്ന് പറഞ്ഞേനെ. അതുകൊണ്ടാണ് ഇവിടെ ഇസ്ലാമിക നേതാക്കൾ ചോദിക്കുന്നത്, ദൈവം എങ്ങനെ മനുഷ്യനാവും? ദൈവം മനുഷ്യനാകാനുള്ള കാരണം ഈ ഏദൻ തോട്ടത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിനാകട്ടെ, ഖുറാന്റെ ഗ്രന്ഥകർത്താവിനാകട്ടെ, ഇസ്ലാമിക ലോകത്തിനാകട്ടെ മനസ്സിലായില്ല. അപ്പം എനിക്ക് മനസ്സിലാകാത്തതെല്ലാം കളിയാക്കുകയും അതിനെ നിന്ദിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് എം അക്ബർ അടങ്ങുന്ന ഇസ്ലാമിക ലോകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ അള്ളാഹു നോക്കുക, മിറിയാം എന്ന് പറയുന്ന ഒരു സ്ത്രീയിൽ അള്ളാഹു ഖുറാൻ 19-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിലും 66-ാം അധ്യായത്തിലും മിറിയാം എന്ന് പറയുന്ന സ്ത്രീയുടെ ഫർജിൽ അള്ളാഹു ഊതുകയാണ് ചെയ്യുന്നത്. വേറൊരിടത്ത് മലക്ക് പുരുഷരൂപത്തിൽ വന്നിട്ട് മിറിയാമിന് കുട്ടിയെ സമ്മാനിക്കുകയാണ് ചെയ്യുന്നത്. മറ്റു ചിലയിടങ്ങളിൽ അള്ളാഹു മിറിയമിലേക്ക് വചനവും ആത്മാവും ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് 4-ാം അധ്യായത്തിൽ. മറ്റൊരിടത്ത് അള്ളാഹു എന്നുള്ള ആത്മാവും വചനവുമാണ് ഈസാ അൽമസീഹ് എന്ന് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ ക്ലാരിറ്റി ഇല്ല, കാര്യത്തെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല എന്നുള്ളതാണ്. ഈ ഗ്രന്ഥത്തിൽ നിന്നുകൊണ്ടാണ് ക്രൈസ്തവരെയും മറ്റു മതസ്ഥരെയും ഖുറാനും ഇസ്ലാമും വെല്ലുവിളിക്കുന്നത്. എത്ര വിചിത്രമാണെന്ന് ഓർത്ത് നോക്കിക്കേ. അന്ധന്മാർ ആനയെ കണ്ടതുപോലെയാണ് ഏദൻ തോട്ടത്തിലെ സംഭവത്തെ ഖുറാന്റെ ഗ്രന്ഥകർത്താവ് കാണുകയും മനസ്സിലാക്കുകയും ചെയ്തത്.
അന്ധന്മാർ ആനയെ കണ്ടതുപോലെ വാലയെ പിടിച്ചയാളും തുമ്പിക്കൈയെ പിടിച്ചയാളും കാലയെ പിടിച്ചയാളും ശരീരത്തെ പിടിച്ചയാളും ചെവിയെ പിടിച്ചയാളും അവർക്ക് ഫീൽ ചെയ്തതുപോലെ വിവരിച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് ഏദൻ തോട്ടത്തിലെ സംഭവത്തെ ഖുർആൻ വിവരിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. ഖുർആൻ വെല്ലുവിളിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തുമാത്രം അബദ്ധം നിറഞ്ഞ ഒരു പരിപാടിയാണെന്ന് ഓർത്ത് നോക്കിക്കേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എം അക്ബർ സഹോദര, മുഹമ്മദ് ഇസ സഹോദര, സഖീർ നായിക്കിനെ പോലെ ചിന്തിക്കുന്നവരെ, ഇസ്ലാമിക ലോകമേ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വചനം മാംസം ധരിക്കാനുള്ള കാരണം ഏദൻ തോട്ടത്തിൽ വിവരിച്ചു വെച്ചിട്ടുണ്ട്. ആദാമിൽ നിന്ന് ജനിക്കാത്തതിന് കാരണം എന്താ? സ്ത്രീയിൽ നിന്ന് മാത്രം ജനിക്കാൻ കാരണം എന്താ? ദൈവത്തിൻ്റെ വചനമാണ് വരുന്നത്. ശരീരമെടുക്കുക എന്ന പ്രക്രിയ മാത്രമേ അവിടെ ആവശ്യം വരുന്നുള്ളൂ. അത് എന്തുകൊണ്ട് ശരീരമെടുത്തു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ശരീരത്തിലാണ് ആദാം അനുസരണക്കേട് കാണിക്കുകയും ശരീരത്തിൻ്റെ സാധ്യതയാണ് ആദാം ദുർവിനിയോഗം ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ദൂർത്തടിക്കുന്ന മക്കളുള്ള അപ്പൻ്റെ മാതാപിതാക്കളുടെ മക്കളിൽ ഒരുവൻ നല്ലതുപോലെ ജീവിച്ച് കാണിച്ചു എന്ന് വേണമെങ്കിൽ സിമ്പിളായി ഇതിനെ വ്യാഖ്യാനിക്കാം. അങ്ങനെ അവനെ അനുഗമിക്കുന്നവർ, അതായത് ദൂർത്തടിച്ച പുത്രന്മാരുടെ നീണ്ട ഒരു നിരയുള്ള കുടുംബത്തിൽ ദൂർത്തടിക്കാത്തൊരു പുത്രൻ വരികയും അവൻ പറഞ്ഞ് ഇങ്ങനെയാണ് അപ്പനെയും അമ്മയും അനുസരിക്കേണ്ടതെന്ന് പറഞ്ഞ് അവൻ മാർഗം കാണിക്കുകയും ചെയ്താൽ ആ മാർഗമാണ് യഥാർത്ഥ മാർഗം. നോക്കുക, ക്രിസ്തു എല്ലാ പ്രമാണങ്ങളെയും ശരിക്കു പറഞ്ഞാൽ ഒറ്റ കൽപ്പനയിലേക്ക് ഒതുക്കി. ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പ്രവചനങ്ങളെയും നിയമങ്ങളെയും ക്രിസ്തു പൂർത്തീകരിച്ചു സ്നേഹമെന്ന ഒറ്റ കൽപ്പനയിൽ. സ്നേഹത്തിൽ വെറുപ്പിനിടമില്ല, വിദ്വേഷത്തിനിടമില്ല, പ്രതികാരത്തിനിടമില്ല. അതേസമയം എന്നെയോ എൻ്റെ പ്രവാചകനെയോ നിന്ദിച്ചാൽ കൈകാലുകൾ ഇടത്തും വലത്തുനിന്നും വെട്ടുക എന്ന് പഠിപ്പിക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ഈ ആദാമിക സംഭവം മനസ്സിലായില്ല. കുരിശുമരണത്തെ നിഷേധിക്കുക. എന്തുകൊണ്ടാണ്? ഈ ആദാമിക സംഭവം മനസ്സിലായില്ല. അതാണ് ബൈബിൾ അടിവരയിട്ട് പറയുന്നത്, ഉറപ്പിച്ച് പറയുന്നത്, ക്രിസ്തു തൻ്റെ ശരീരത്തിൽ മരണത്തിന് ശിക്ഷ വിധിച്ചു. പ്രിയപ്പെട്ട ഇസ്ലാമിക ലോകമേ, നിങ്ങൾ ശ്രദ്ധിക്കണം. ക്രിസ്തു തൻ്റെ ശരീരത്തിൽ മറിയത്തിൽ നിന്ന് സ്വീകരിച്ച മനുഷ്യ ശരീരത്തിൽ നമ്മളെപ്പോലെ ഒരുവനായി മാറി. എന്നിട്ട് തൻ്റെ ശരീരത്തിൽ പാപത്തിന് മരണം വിധിച്ചു. ഇതൊക്കെ ഒന്ന് പഠിക്കുക നിങ്ങൾ. തൻ്റെ കുരിശു മരണവും ഉദ്ധാനവും വഴി മരണത്തിനും ശിക്ഷ വിധിച്ചു. അങ്ങനെ മരണഭയത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യനെ മോചിപ്പിച്ചു. ഉദ്ധാനശേഷം ജീവിതമുണ്ടെന്ന് ഗ്യാരണ്ടി നൽകി. എന്നാൽ ഖുർആൻ അനുസരിച്ചോ? അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് വിധികാത്ത് കഴിയുകയാണ് മരിച്ച്. അങ്ങനെ മരിച്ച് വിധികാത്ത് കഴിയുന്ന ഒരുവൻ എങ്ങനെയാണ് നിത്യജീവനെക്കുറിച്ച് പഠിപ്പിക്കാൻ പറ്റുക? ഇതുപോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അതും മറ്റൊരു വിഷയമാണ്, അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് എന്നെ പ്രിയപ്പെട്ട എം അക്ബറിനെയും സഖീർ നായിക്കിനെയും മുഹമ്മദ് ഇസയെ പോലെയുള്ള ഇസ്ലാമിക നേതാക്കളോടും അനുയായികളോടും പറയുവാനുള്ളത്, നിങ്ങൾ ഖുർആൻ മനസ്സിരുത്തി വായിക്കുമ്പോൾ അതിൻ്റെ ഗ്രന്ഥകർത്താവിന് പറ്റിയ അബദ്ധങ്ങളുടെ നീണ്ട നിര നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടിന്യൂസ് കോൺട്രഡിക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. നിരന്തരമായ വൈരുദ്ധ്യങ്ങൾ, ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്തരം ആന്തരിക വൈരുദ്ധ്യമുള്ള ഗ്രന്ഥം സൃഷ്ടാവിൽ നിന്നല്ല എന്ന് ബുദ്ധി ഉറച്ച ഏതൊരു പൈതലിന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അല്ലാഹു ആദാമിൻ്റെ പാപം പുറത്തു കൊടുത്തുവെങ്കിൽ പാപപ്രകൃതിയും കൂടി എടുത്തു കളയണമായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. സൃഷ്ടിച്ചു, മനുഷ്യനെയാണ് കാര്യങ്ങൾ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ വേണം ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുവാൻ, നഷ്ടപ്പെടുത്തിക്കളഞ്ഞ പർദീസാനുഭവത്തിലേക്ക്. അത് ക്രിസ്തു പഠിപ്പിക്കുകയാണ്, തന്നെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്തവർക്ക് ദൈവമക്കളാകാൻ അവൻ കൃപ നൽകി. ക്രിസ്തുവിലായിരിക്കുന്നതിന് പുതിയ സൃഷ്ടിയാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണതയിലേക്ക് വിളിക്കുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട്, എന്തുകൊണ്ടാണ് കുരിശ് മരണം? നോക്കിക്കേ, വെറുത്താൽ വെറുക്കാൻ പഠിപ്പിക്കുകയാണ്. എന്നെയോ പ്രവാചകനെ എതിർത്താൽ കയ്യും കാലും വെട്ടണം, ഇടത്തുനിന്നും വലത്തുനിന്നും വെട്ടണം. എന്നെയോ എൻ്റെ പ്രവാചകനെ എതിർത്താൽ. ക്രിസ്തു പറയുകയാണ്, അവരോട് ക്ഷമിക്കുക, ഇവർ ചെയ്യുന്നവർ അറിയുന്നില്ല. പത്രോസ്ലീഹായും ശിഷ്യന്മാർ ഒറ്റിക്കൊടുത്തു, ഇട്ടേച്ചു പോയി, തള്ളിപ്പറഞ്ഞു. ക്ഷമിക്കുകയാണ്. ക്ഷമിച്ചിട്ട് അവരെ വീണ്ടെടുത്തു. ആയുധമില്ലാതെ ഏറ്റവും കൂടുതൽ അനുയായികളെ, സാമ്രാജ്യങ്ങളെ കീഴടക്കിയവൻ ക്രിസ്തു. അധികാരമില്ലാഞ്ഞിട്ടും ഏറ്റവും അനുയായികളുള്ളവൻ ക്രിസ്തു. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് വിളിക്കപ്പെട്ടിരുന്ന റോമാ സാമ്രാജ്യത്തെ സ്വന്തമാക്കിയത് എങ്ങനെയാ? യുദ്ധത്തിലൂടെയല്ല,
ക്രിസ്തു ശക്തിയിലൂടെ, പരിശുദ്ധാത്മ ശക്തിയിലൂടെയാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് കോടിക്കണക്കിന് മക്കളെ ക്രിസ്തുവിലേക്ക് അവർ ആനയിക്കുകയും ചെയ്തത്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് എങ്ങനെയാണ് മദീന കീഴടക്കിയത്? യഹൂദരുടെ മദീന എങ്ങനെയാണ് പിടിച്ചടക്കിയത്? യുദ്ധം ഒഴിവാക്കി നിർത്തിയാൽ ചരിത്രമുണ്ടോ? പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഒരു മതം തന്നെയുണ്ടോ? മദീന, മക്ക എങ്ങനെയാണ് കീഴടക്കിയത്? തുടർന്ന് വന്ന അബൂബക്കർ ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങൾ എങ്ങനെയാണ് കീഴടക്കിയത്? ഉമർ, ഖലീഫ ഉമർ ജെറൂസലേം എങ്ങനെയാണ് പിടിച്ചെടുത്തത്? ഈജിപ്ത് എങ്ങനെയാണ് പിടിച്ചെടുത്തത്? മൊവാബിയ. അപ്പം ഇത്രയും എന്തുകൊണ്ടാണ് യുദ്ധത്തിന്റെ പാത തിരഞ്ഞെടുത്തത്? ഈ ആദാമിക പാപം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ യുദ്ധത്തിന്റെ പാതയുമായി ഇത്തരം ഒരു മതം എഴുതിയുണ്ടാക്കേണ്ടി വന്നത്. അതുപോലെ തന്നെയാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറയുന്ന ബൈബിളിലെ 1-ാം പ്രമാണത്തെയും അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ ഗ്രന്ഥകർത്താവിനും ഖുറാൻ്റെ ഗ്രന്ഥകർത്താവിനും മനസ്സിലായില്ല. അത് മറ്റൊരു വീഡിയോയിൽ പരിശോധിക്കാം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന 1-ാം പ്രമാണത്തെ തെറ്റിദ്ധരിച്ച ഖുറാൻ്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാമെന്ന് കരുതുകയാണ്. അപ്പോൾ കേൾക്കാൻ മനസ്സ് കാണിച്ച് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ആദാമിക പാപം എന്താണെന്ന് മനസ്സിലായില്ല. ക്രിസ്തു ശരീരം ധരിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായില്ല. ഇത് വൈരുദ്ധ്യങ്ങളുടെ നീണ്ട നിരയാണ്. അപ്പോൾ ഇത്തരം ഒരു വൈരുദ്ധ്യം, പരസ്പരം കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ആശയങ്ങളുള്ള ഒരു ഗ്രന്ഥം എങ്ങനെ സൃഷ്ടാവിൽ നിന്നാകുമെന്ന് ചിന്തിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട എം എം അക്ബറിനെ പോലെയുള്ള ഇസ്ലാമിക ലോകത്തിന് സൃഷ്ടാവായി ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക.